എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ബൈബിളിലെ വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബൈബിളിലെ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് പ്രോമിസസ് എന്നാണ് പറയുന്നത്. ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. 7000-ലധികം വാഗ്ദത്തങ്ങളുണ്ട്. സോ ബുക്ക് ഓഫ് പ്രോമിസസ്. ആൻഡ് ഗോഡ് ഈസ് എ പ്രോമിസ് കീപ്പർ ആൻഡ് ഗോഡ് ഈസ് എ പ്രോമിസ് മേക്കർ. ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാനും അതിൽ ഒത്തിരി ആകർഷണനായിട്ടുണ്ട്. കാരണം സാധാരണ ആളുകളെ സംബന്ധിച്ച് വളരെ ഹൃദയഹാരിയായ, വളരെ ജീവിതഗന്ധിയായ ധാരാളം വാഗ്ദത്തങ്ങൾ നമുക്ക് അറിയാം. നമുക്ക് പുസ്തകങ്ങളിൽ എഴുതി വെക്കാനും അല്ലെ പിന്നെ മതിലുകളിലൊക്കെ കാണാൻ ആശ്വസിക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ബലഹീനരായ മനുഷ്യർക്ക് അങ്ങനെയുള്ള സൂക്തങ്ങളും ആപ്തവാക്യങ്ങളും ഒക്കെ ഒത്തിരി ശക്തി നൽകും. അപ്പോൾ അതൊരു ഇമോഷണൽ ഹെൽപ്പാണ് എന്നുള്ളതല്ലാതെ ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം? ഈ പറഞ്ഞ ഈ പുസ്തകത്തിലെ പലപ്പോഴും വളരെ കാവ്യാത്മകമായി, വളരെ ജീവിതഗന്ധിയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വാക്യങ്ങൾ ശരിക്കും അത് വർക്ക് ചെയ്യുന്നതാണോ? ഒത്തിരി ആളുകൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിലാണ് മുറുകെ പിടിക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എപ്പോഴും നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആവശ്യമാണ്. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ധൈര്യം, പ്രത്യാശ, ഉറപ്പ്, നാളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, അപ്പൊ ഇങ്ങനെയുള്ള ദൈവം നമ്മെ സഹായിക്കും നിശ്ചയമായിട്ടും. എന്നാൽ സൂത്രശാലികളായ, കൗശലക്കാരായ, കച്ചവട മനസ്ഥിതിയുള്ള ആളുകൾ ഈ ബൈബിൾ വാക്യത്തെ പറ്റി എന്താണ് പറയുന്നത്? അപ്പൊ ഒരുപാട് സാധുക്കളെ അവർ വഞ്ചിക്കുന്നു. ബൈബിളിൽ തന്നെ ഉണ്ടത്, സാധുക്കളുടെ ഭവനത്തെ വിഴുങ്ങിക്കളയുന്നു എന്നാണ് ബൈബിളിന്റെ ഭാഷ്യം. അപ്പൊ സാധുക്കളുടെ ഭവനത്തെ വിഴുങ്ങിക്കളയുന്ന രീതിയിൽ ഈ ബൈബിളിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. പെന്തക്കോസ്തുകാരാണ് ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ പുസ്തകം ഉപയോഗിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും എല്ലാവരും ഈ ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ പറ്റി നമ്മൾ ധാരാളം കാര്യങ്ങൾ അങ്ങനെയുള്ള ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളും, ഞാൻ ഈ അച്ഛന്മാർ എന്ന് പറയുമ്പോൾ കത്തോലിക്ക അച്ഛന്മാർ മാത്രമല്ല, ഓർത്തഡോക്സിലെ അച്ഛന്മാരും യാക്കോബായിലെ അച്ഛന്മാരും ഒക്കെ, മാർത്തോമായിലെ ഒക്കെ അച്ഛന്മാർ. ഈ കഴിഞ്ഞ ദിവസം CSIയിലെ ഒരു ബിഷപ്പ് പെന്തക്കോസ്തുകാരുടെ അന്യഭാഷ പറയുന്നത് കണ്ടു. അപ്പൊ ആ രീതിയിലെല്ലാം ആളുകൾ വേഷം കെട്ടുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ ഞാനൊരു സ്പെസിമിൻ സാമ്പിൾ കാണിക്കാം. കാരണം ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചല്ല ഇത് പറയുന്നത്. കാരണം ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരെയും കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരാളുടെ നമ്മൾ വെക്കുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ആളെ പറ്റിയാ പറഞ്ഞതെന്ന് ചിന്തിക്കരുത്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. കുത്തിക്കെട്ടി വാഗ്ദാനങ്ങളുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്തൊരു പുസ്തകം ഞാൻ പറയാറുണ്ട്. എനിക്ക് പറയാൻ ഇഷ്ടമാണ്. പ്രത്യാശയുടെ മഷി കൊണ്ട് എഴുതി, പ്രതീക്ഷയുടെ നൂല് കൊണ്ട് കുത്തിക്കെട്ടി, വാഗ്ദാനങ്ങളുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്തൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 7400-ൽ പരം വാഗ്ദാനങ്ങളുമായി കറുത്ത വയനിട്ട പുസ്തകം നമ്മെ ചാരത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അവസാനമായി എന്ന് പറയരുത്. ഇറ്റ്സ് ന്യൂ ബിഗിനിങ്. ദൈവം ഒരിക്കലും ചിലപ്പോൾ ആഴം കുറയ്ക്കാറില്ല നമ്മൾ വീണ ഗർത്തത്തിന്റെ. പക്ഷെ ചില കച്ചിത്തൂരും വിട്ടു തരാറുണ്ടല്ലേ. ആഴം കുറയാറില്ല.
ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറില്ല. അപ്പം ഈ അച്ഛന്റെ ദൈവം കച്ചിത്തുരുമ്പുകളുടെ ദൈവം, അച്ഛന്റെ ഒരു ആത്മകഥയോ ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമോ ഒക്കെ ഇടുകയാണെങ്കിൽ എളിയവനായ എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ അച്ഛന്റെ പുസ്തകത്തിന് ഇടാൻ പറ്റിയ ഒരു പേരാണ് കച്ചിത്തുരുമ്പുകളുടെ ദൈവം. നല്ല ഹിറ്റായിരിക്കും, നല്ലപോലെ വിറ്റുപോകും. അപ്പൊ ഈ തരത്തിലെ ആളുകളെ വഞ്ചിക്കുകയാണ്. ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട ഈ ആള് വളരെ നല്ലതാണ്. അച്ഛനെ കാണാനൊക്കെ നല്ല സൗന്ദര്യമുണ്ട്, സംസാരിക്കുന്ന കേൾക്കാൻ നല്ലതാണ്, നിൽക്കുന്ന സ്ഥലം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ പറയുന്ന കാര്യം അത് ശരിയായ കാര്യമല്ല. ഈ ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ആദിമ സഭയിലൊക്കെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളൊന്നും ഈ പുസ്തകം അവരുടെ ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ കൊല്ലപ്പെട്ടത്. ബാംഗ്ലൂരിലെ ഒരു പ്രസിദ്ധനായ ഒരു പാസ്റ്ററുടെ മോൻ ഒരിക്കൽ പറഞ്ഞു, സ്തേഫാനോസിന് വിശ്വാസം കുറവായതുകൊണ്ടാണ് കല്ലേറ് കൊണ്ട് മരിച്ചത്. വിശ്വാസം ഉണ്ടായിരുന്ന ആ കല്ലുകൾ പൂക്കളാക്കി മാറ്റാമായിരുന്നു. പ്രസംഗം ഞാൻ കേട്ടത്. ഇത്തരത്തിലുള്ള വികലമായ ചിന്തകളാണ്. അപ്പം എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഏതോ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന ഒരു കാര്യം, ഈ കറുത്ത ബൈൻഡിട്ട ഈ പുസ്തകം, ഈ കണിയാമ്പറമ്പലത്തിന് അതുകൊണ്ടാണ് ബൈബിളിന്റെ കവർ ചുവപ്പ് കവർ ഇട്ടത്, ഇവന്മാരുടെ ഈ കറുത്ത കവറുകാർ, കറുത്ത ബൈൻഡിട്ട. അപ്പം എന്തോ ആ കറുപ്പിനൊരു അഴകൊണ്ട് കറുത്ത ബൈൻഡിട്ട പുസ്തകം. ബൈബിൾ ഭ്രാന്തന്മാർ എന്നാണ് ഇവരെ വിളിക്കുന്നത്. ബൈബിൾ ഭ്രാന്തന്മാർ, ബൈബിൾ മാനിയാക്സ് എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഒരു വിളിപ്പേരുള്ള കേട്ടോ, ഞാൻ കോയിൻ ചെയ്ത പദമല്ല. ബൈബിൾ മാനിയാക്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഡോണ്ട് ബി എ ബൈബിൾ മാനിയാക്ക്. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു ബൈബിൾ ഭ്രാന്തനാകരുത്, ബൈബിൾ മാനിയാക്ക് ആകരുത്. നമ്മെ സംബന്ധിച്ച് നമുക്ക് പരിശുദ്ധ മൂറോന്റെ അഭിഷേകം, അതുകൊണ്ടാണ് മാമോദിസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവർ. ഒരു വിശ്വാസിയെ നയിക്കുന്ന അതാണ്. പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആ അഭിഷേകമാണ് നിങ്ങളെ നയിക്കുന്നത്. അപ്പം ഈ സുറിയാനി സഭയുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഈ അച്ഛൻ വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് വിഷം കൊടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. മനസ്സിലായോ? വിഷമാണ് കലക്കി കൊടുക്കുന്നത്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും, അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അപ്പം 66 പുസ്തകമിട്ട് പ്രത്യാശയുടെ കച്ചിത്തുരുമ്പ് കൊണ്ട് തുന്നിക്കൂട്ടി പ്രതീക്ഷയുടെ ചാണകവരളികൾ ഉരുട്ടി വെച്ചിട്ടുള്ള കറുത്ത ബൈൻഡിട്ട ഈ പുസ്തകം നടത്തും എന്നല്ല വിശുദ്ധ യോഹന്നാസ്ലീഹ പറയുന്നത്. ബട്ട് ദ അനോയിന്റിങ് വിച്ച് യു ഹാവ് റിസീവ്ഡ് ഓഫ് ഹിം അബൈഡ്സ് ഇൻ യു. You need not that any man teach you, but as the same anointing teaches you all things, and is truth, and is no lie, and even as it has taught you, you shall abide in him. അവനിൽ വസിപ്പി. പരിശുദ്ധ മാമോദിസായുടെ റൂഷ്മ അതാണ് നിന്നെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായും പരിശുദ്ധ മാമോദിസായുടെ റൂഷ്മായും എന്നീ ബെനഡിക്ഷനിൽ നിങ്ങൾ കേൾക്കുന്നു. അല്ലാതെ 66 പുസ്തകമുള്ള കറുത്ത ബൈൻഡിട്ട് ഈ സാധനമല്ല. അതിനകത്ത് 7000-ലധികം വാഗ്ദാനങ്ങളും. ആർക്ക് കൊടുത്ത വാഗ്ദാനം? ഈ 7000, അപ്പൊ ഈ പറയുന്ന ആളുകൾ വഞ്ചിക്കുന്ന ഈ 7000 വാഗ്ദാനവും ഈ പുസ്തകം മേടിച്ച് വായിക്കുന്ന ആൾക്ക് ഉള്ളതാണെന്നാണ്. ആണോ? യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? ബൈബിളിലെ വാഗ്ദാനം എന്തുമാത്രം കാര്യങ്ങളാണ് ബൈബിളിലുള്ളത്. ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. ഞാൻ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. ഇങ്ങനെയൊക്കെയുള്ള പ്രോമിസസ് ആണ് ബൈബിളിലുള്ളത്. ഈ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഈ ആരോ അധ്വാനിച്ച്
ആരോ കൊത്തിക്കളച്ച്, ആരൊക്കെയോ കഷ്ടപ്പെട്ട് തലമുറ തലമുറയായി വിയർപ്പൊഴുക്കി മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു ഭൂമിക. അപ്പൊ ഒരു കൂട്ടം എന്താണ് പറയുന്നത്, തെമ്മാടികളായ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒന്നും ചെയ്യാത്ത ആളുകളെ ഇവരെ വിളിച്ചു കൊണ്ടുപോയി ഇത് കാണിക്കുന്നുണ്ടോ? ഇത് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു 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 സെറ്റിൽമെന്റ്. അവിടെ കുറെ ആളുകൾ കൃഷി ചെയ്തു, വ്യാപാരം ചെയ്തു, നല്ല വീടുകളൊക്കെ വെച്ച് നല്ലൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കുറെ ആളുകളെ, അഭയാർത്ഥികളായിട്ട് വരുന്ന കുറെ ആളുകളെ, അലഞ്ഞു തിരിഞ്ഞു വരുന്ന കുറെ ആളുകളെ, ഭവനരഹിതരായ, ഭൂരഹിതരായ, അല്ല പിന്നെ അഡ്രസ് രഹിതരായ, ഒന്നും ഇല്ലാത്ത ഇങ്ങനെ വരിക. അപ്പൊ അവരെ കൊണ്ട് വിളിച്ച് ചെയ്തുണ്ടോ, ഇതൊക്കെ കൊള്ളാവോ? അവർക്ക് ലോട്ടറി അല്ലോ. അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യും, കയറി പിടിച്ചു. രാത്രിയിൽ കയറി ഇതുങ്ങളെല്ലാം കത്തിച്ച് നിങ്ങൾ പിടിച്ചു എടുത്തു. പ്രോമിസാ. ഈ അച്ഛൻ ഇപ്പൊ പറഞ്ഞ് 7000 സാധനം ഉണ്ടല്ലോ, അതിനകത്തുള്ള ഒരെണ്ണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്താണ് പറയുന്നതെന്ന് വല്ല ഊഹമുണ്ടോ? എന്താണ് പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഈ പുസ്തകത്തിനകത്ത് 7000 ഉണ്ടെന്ന് എടുത്തു. ഇതാണ് എടുത്തു. ഒരു സ്ത്രീ ഇങ്ങനെ ഉച്ചയ്ക്ക് ഞൊട്ടാഞ്ഞൊടിയം പൊട്ടിച്ച് തിന്നോണ്ടിരിക്കുക. അപ്പൊ അപ്പുറത്ത് വേറൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പൊ ആ സ്ത്രീക്ക് ഇത് കണ്ടപ്പോ കൊതി വന്നു. എന്നാൽ അവള് ചോദിച്ചു, എനിക്ക് ചെറിയ ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്, ബൈബിളിലെ ഭാഷ ദൂതായിപ്പഴം എന്നൊക്കെ. കേരളത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് ദൂതായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇവളെ ഇങ്ങനെ ഞൊട്ടാഞ്ഞൊടിയൻ തിന്നോണ്ടിരിക്കുക. അപ്പൊ അപ്പോഴും അവള് പറയടി എനിക്ക് കുടിച്ചേ. എന്നിട്ട് അവള് തരാം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിന്റെ ഭർത്താവിന് ഇന്ന് രാത്രി എൻ്റെ കൂടെ കിടക്കാൻ വിടാമെങ്കിൽ. കണ്ടോ, ഹസ്ബൻഡ് സ്വാപ്പിംഗ് ആണ്, പ്രോമിസ് ആണ്. അന്നൊരു വാഗ്ദത്ത സന്തതി അന്ന് രാത്രി ജനിച്ചു, ദൂതായിപ്പഴം കൊടുത്തിട്ട്. നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ കാര്യമാണോ? ആണോ? വേറൊരുത്തി വേഷം മാറി പുതച്ചു മൂടിയിരുന്ന് അമ്മായിപ്പൻ വരുന്ന വഴി പമ്പയിരുന്ന് അമ്മായിപ്പൻ്റെ കൂടെ ശയിച്ചെന്നാ പറയും. വാഗ്ദാനമാണ്. ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ 7000-നകത്ത് ഇതെല്ലാം വരും. ഈ ടൈപ്പ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ലൈവ് ഓഫ് ചെയ്തിട്ട് ഓടും. അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. അത് ഇപ്പൊ തന്നെ 4 പേര് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പുഞ്ചിരിച്ച് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് 7000 വാഗ്ദാനങ്ങൾ സ്വർണത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കും. വേറൊരു കാര്യം കേൾപ്പിക്കാം. കുറെ എണ്ണം ഉണ്ട്. അത് ഇതിനേക്കാൾ വലിയ ചതിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല. നിങ്ങൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. അതിന് പ്രത്യേകിച്ച് ചില പരിപാടിയുണ്ട്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പൊ കൃപാസനം, അത് സോഷ്യൽ മീഡിയയിൽ ധാരാളം പറയുന്നതുകൊണ്ടാണ് നമ്മൾ കൃപാസനത്തിന്റെ കാര്യം പറയുന്നത്. കാരണം നിങ്ങളെല്ലാം വളരെയധികം അവെയറാണ്. കൃപാസനം കൊണ്ട് ചമ്മന്തി അരച്ച് കഴിക്കുക, കൃപാസനം അത് ചെയ്ത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ. ഇത് പുതിയൊരു സംഭവമാണ്. ഇത് നിയോഗ പ്രാർത്ഥനയാണ്. ഇത് വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഫാദർ മാത്യു വയലാമണ്ണിൽ CST നയിക്കുന്ന ഏകദിന ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു. അനുഗ്രഹ റിട്രീറ്റ് സെന്റർ. നിങ്ങൾ അഡ്രസ് കുറിച്ച് വെച്ചോണം, വയനാട്ടിൽ പോകണം. അപ്പൊ അച്ഛന്റെ അഭിപ്രായം നമുക്ക് ഒരു സ്വല്പം കേൾക്കാം. ലക്ഷക്കണക്കിന് വ്യക്തികളെ, കുടുംബങ്ങളെ വ്യക്തിപരമായി കുടുംബപരമായി അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ ദിവസം ജീവിതത്തിൽ ഒരു അടയാളം, ദൈവം ഇടപെട്ടതിൻ്റെ ഒരു അടയാളം നിങ്ങൾ കാണും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു അടയാളം നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു വിജയത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾ കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാകാം, നിങ്ങളൊരു നിയോഗത്തോടെ പ്രാർത്ഥിച്ച് പഠിച്ചു കൊള്ളുക. ആ വിഷയത്തിന്മേൽ ഒരു വിജയം തന്നിരിക്കും ദൈവം. ആ വിഷയത്തിൽ ബാക്കി നിങ്ങൾക്കറിയാം. ബാക്കി പതിവ് പെന്തക്കോസ്ത് പല്ലവികളൊക്കെ തന്നെയാണ് അച്ഛൻ പറയും. പക്ഷെ അച്ഛൻ്റെ ഒരു സൂത്രൻ അച്ഛൻ പറയാണ്, ഇന്ന് ഇവിടെ ഈ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരടയാളം, നമ്മൾ ടോക്കൺ കൊടുക്കുമല്ലോ, ബാങ്കിലൊക്കെ പോയി പൈസയൊക്കെ എടുക്കാൻ നിൽക്കുന്ന നമുക്കിങ്ങനെ ടോക്കൺ തരും. നമ്മൾ ടോക്കൺ പിടിച്ചിങ്ങനെ നമ്മുടെ പേര് വിളിക്കുന്ന നോക്കി. ഇപ്പൊ ടോക്കൺ ഒരു ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഒരടയാളം നിങ്ങൾക്ക് തരും. എന്താണ് ഈ അടയാളം?
നിങ്ങൾക്കറിയോ, നമ്മുടെ ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വിസ്മയങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ അച്ഛന്റെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു മാടക്കടയിൽ പോയി ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പൊ ആ സോഡാ നാരങ്ങൾ ഇവർക്ക് വേണ്ടി എടുത്തു കഴിയുമ്പോൾ ആ സോഡാ നാരങ്ങത്തിൽ ഒരു നൊര പ്രത്യേക രീതിയിൽ പൊങ്ങി വരുന്നു. അപ്പൊ ഇവർ ഈ അടയാളം നോക്കി നിൽക്കുക. എന്നിട്ടേനും ഈ പാവപ്പെട്ട ഒരു അടയാളമാണ്, അതുകൊണ്ട് ഈ നൊര ഇങ്ങനെ ഒന്ന് പൊങ്ങി. അപ്പൊ ഞാൻ നിന്നെ കൈവിടുകയില്ലെന്നാണ് ഇവനങ്ങ് തോന്നുക. അവനതിൽ സന്തോഷിക്കും. അവൻ പിറ്റാഴ്ച വന്ന് ഇങ്ങനെ നാരങ്ങ വെള്ളത്തിൽ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഞൊര ഇങ്ങനെ പൊങ്ങി വന്നു, അല്ലെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി, അതൊരു അടയാളമാണ്. അല്ലെങ്കിൽ ഒരു ബസ്സിങ് അങ്ങോട്ട് പോയി നമ്മൾ വേറൊരു ബസ് വന്ന് വീശി എടുത്തു, ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അടയാളം ഉണ്ടെന്ന്. അപ്പൊ ബസ് മുട്ടിയില്ല എന്ന് പറഞ്ഞ് പോയി, കണ്ടോ, ഒരടയാളമാണ്, നമ്മളെ കൈവിടുകയില്ല. അല്ലെങ്കിൽ ആ ലൈൻ കമ്പിയിൽ ഒരു കാക്ക തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നിരീക്ഷണ പാഠവം വർദ്ധിക്കും. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരുടെ നിരീക്ഷണ പാഠം അന്നത്തെ ദിവസം അവർ വളരെ സാഹൂതം പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കും. സാധാരണ ഇതൊന്നും നോക്കുന്നേ ഇല്ല. മനസ്സിലായില്ല? വെടി കൊള്ളുമ്പോഴാണ് പന്നി മുകളിലോട്ട് നോക്കുന്നത്. ഒന്നും ശ്രദ്ധിക്കാതെ ഒന്നും നോക്കാതെ നടക്കുന്ന ആളുകള് അന്ന് ചുറ്റുപാട് നോക്കും. ചുറ്റും നടക്കുന്ന ധാരാളം അത്ഭുതങ്ങളിൽ ഒന്നിൽ അവന്റെ കണ്ണുടക്കും. അത് ഈ അച്ഛൻ പറഞ്ഞ അടയാളമാണെന്ന് അവൻ ഗ്രഹിക്കും, അവൻ ചിന്തിക്കും. അതാണ് ഇതിന്റെ സൈക്കോളജി. എന്നാൽ ഇന്നിപ്പോ ഈ ലൈവ് കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലൈവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളതിന് ദൈവം നിങ്ങൾക്ക് ഒരു അടയാളം തരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അടയാളം കാണാം. ചിലപ്പോൾ ഒരു പല്ലി അവിടെ നിന്ന് ചിച്ച് നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിച്ചു നോക്കണം, അന്നേരം നിങ്ങൾക്ക് അടയാളം കിട്ടും. മനസ്സിലായോ? ഇതൊക്കെ തട്ടിപ്പാണ്, ഇങ്ങനത്തെ വഞ്ചനകളാണ്. അപ്പൊ ഇവര് ഈ പറയുന്നത് വേറെ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ ഇതേ ടൈപ്പില്. അതെല്ലാം എടുത്ത് ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഓരോരുത്തർ എനിക്കിങ്ങനെ അയച്ചു തന്നു, ഇതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. എന്നെ മാനസാന്തരപ്പെടുത്താൻ അയക്കുന്ന. നമ്മൾ മാനസാന്തരപ്പെടുന്നല്ല, കാര്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ബൈബിള് എന്ന് പറഞ്ഞാൽ സഭയുടെ ചരിത്ര രേഖയാണ്. അപ്പൊ അതിനകത്ത് ഇന്ന് വായനകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അഭിവന്യ മെത്രാപ്പോലിത്തയുടെ ഒരു കുട്ടി ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്തു. അപ്പൊ അതിനകത്ത് അദ്ദേഹവും അവകാശപ്പെടുന്നതാണ്. നമ്മൾ അതിൽ നിന്ന് വായിക്കുന്ന എന്തിനാ? ചിലപ്പോൾ അനുതാപമാണ്. നമ്മൾ കടന്നു പോകുന്ന പാതകളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ചിലതൊക്കെ അങ്ങേയറ്റം ദുഃഖകരമാണ്, ചിലതൊക്കെ അങ്ങേയറ്റം അപമാനകരമാണ്. അതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം അപമാനകരമായതും ദുഃഖകരമായതുമായ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ വംശാവലി വായിക്കും. വംശാവലി ഞായറുണ്ട്. ആ ഞായറാഴ്ച ഈ വംശാവലിയാണ് വായിക്കുന്നത്. ഈ വംശാവലി വായിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അതിനകത്തുള്ള ആളുകളെല്ലാം കേമന്മാരും യോഗ്യന്മാരും വിശുദ്ധന്മാരും അല്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യേശുക്രിസ്തുവിന്റെ വംശാവലി? യേശുക്രിസ്തുവിന്റെ വംശാവലി നമുക്ക് 4 സ്ത്രീകളെ കാണാം. പുരുഷന്മാരുടെ കാര്യമൊക്കെ പിന്നെ കണക്കാ. സ്ത്രീകള്, ഒന്ന് റാഹാബാണ്, അറിയപ്പെടുന്ന പട്ടണത്തിലെ വേശ്യയാണ്. യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചായിട്ടാ കൊടുത്തിട്ടുള്ളൂ റാഹാബ്. പിന്നെയുള്ളതൊന്ന് താമാറാണ്. താമാറിനെ നമുക്കറിയാം, ഏതാണ്, അമ്മായിപ്പൻ്റെ കൂടെ പോയി ശയിച്ചതാണ് റാഹാബ്. പിന്നെ ഉള്ളതൊന്ന് ബേത്സേബയാണ്. ബേത്സേബ നമുക്കറിയാം, കുളി സ്ഥലത്ത് ദാവീദ് കണ്ടിട്ട് അല്ലേ ഊരിയാവിനെ കൊന്ന് ദാവീദ് പിടിച്ചെടുത്തോണ്ട് പോയ ആ ബേത്സേബയാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ആ വംശാവലി കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അത്ര കേമന്മാരോ വിശുദ്ധന്മാരോ അല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പിന്നിട്ട് പോകുന്ന വഴികളിൽ സംഭവിച്ച കാര്യങ്ങൾ പല കാര്യങ്ങളും അപമാനകരമാണ്, പലതും ക്രൂരകൃത്യങ്ങളാണ്, തെറ്റുകളാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൂടി വെക്കുന്നില്ല, അതൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. എന്നാൽ അതൊന്നും അനുകരണീയമല്ല. അനുകരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയാണ് യേശുക്രിസ്തുവിന്റെ മുത്തശ്ശിയായ റാഹാബിനെ പോലെ ആയി മാറാം, അല്ലെ താമാറിനെ പോലെ ആയി മാറാം, അല്ലെങ്കിൽ ബേത്സേബയെ പോലെ ആയി മാറാൻ. അല്ലെ പിന്നെ രൂത്തുണ്ട്. രൂത്ത് വിജാതീയ സ്ത്രീയാണ്. രൂത്ത് വരുന്നു മൊവാബിൽ നിന്ന്. വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ മൊവാബിൽ പോയി മൊവാബിൽ നിന്ന് വന്നിട്ട് ബെയ്ത്ലഹേമി വന്നിട്ട് ബോവസ് എന്ന് പറഞ്ഞ ധനികനായ ഒരു വൃദ്ധന്റെ പുതപ്പിനടി കയറി കിടക്കുക.
ആ വൃദ്ധം പിന്നെ ഇവളെ വിവാഹം കഴിക്കുകയാണ്. ആദ്യ രാത്രിയിൽ തന്നെ വൃദ്ധൻ മരിച്ചുപോയി എന്നാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്. ഒരു രാത്രി കൂടെ കഴിയാൻ പറ്റുള്ളൂ. ഏതായാലും സാമർത്ഥ്യമുള്ള രൂത്ത് ആ രാത്രി ഗർഭവതിയായി. അങ്ങനെയാണ് പിന്നീട് ദാവീദൊക്കെ ജനിക്കുന്നത്. ആ വംശത്തിലാണ് യേശുക്രിസ്തു വരുന്നത്. ഇതങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊന്നും അത്ര അഭിലഷണീയമായ കാര്യങ്ങളല്ല, അനുകരണീയമായ കാര്യങ്ങളുമല്ല. ഇതൊരു ഫാക്റ്റാണ്. ഇത് നമ്മൾ കടന്നു പോകുന്ന വഴിത്താരി ഇതാണ്. അപ്പൊ ഇതല്ല മാതൃക. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളിൽ, ഗോത്ര കാലഘട്ടങ്ങളിലെ സംഘർഷങ്ങളിലും സാമൂഹിക ജീവിത ക്രമങ്ങളിലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവം അവന് കൊടുത്തു എന്ന് പറയുന്ന വാഗ്ദത്തങ്ങൾ, അത് പലപ്പോഴും മറ്റുള്ളവന്റെ അപഹരിക്കുന്ന ഒരു വാഗ്ദത്വമാണ്. നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും. സത്യത്തിൽ ഇത് വാഗ്ദാനമാണോ തെമ്മാടിത്തരാണോ അതോ ഗുണ്ടായിസമാണോ? ഇപ്പൊ നോർത്തിലൊക്കെ പല സ്ഥലത്തും ഇപ്പൊ യോഗി ആദിത്യനാഥൊക്കെ വന്നേ പിന്നെ ഒത്തിരി ഗൂണ്ടായിസം കുറവുണ്ട്. നമ്മൾ പണിയുന്ന വീട്ടിലൊക്കെ അവർ വന്ന് ഏറ്റെടുത്തോണ്ട് പോകും. താമസിക്കാൻ പറ്റണമെന്നൊന്നുമില്ല, കൈക്കരുത്തുള്ളവരാണ് താമസിക്കുന്നത്. നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും. ബൈബിളിൽ ഇപ്പം ആ അച്ഛൻ പറഞ്ഞ, ആ നല്ല സൗന്ദര്യമുള്ള അച്ഛൻ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഇനി നിങ്ങൾ പറ, അത് വാഗ്ദാനമാണോ തെമ്മാടിത്തരമാണോ? നമ്മൾ പണിയാത്ത വീട്ടിൽ കയറി താമസിക്കുന്നത് കൈക്കരുത്തിന്റെ ബലത്തിൽ നടക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും. ഓ സ്തോത്രം! പെന്തക്കോസ്തുകാരിൽ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെന്ന് നമ്മൾ കരുതുന്നല്ല, വിവരമുണ്ടാകേണ്ട സുറിയാനിക്കാരും ഇത് പറയാൻ തുടങ്ങിയാൽ എന്തായി തീരും സ്ഥിതി? നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും, നീ കുഴിക്കാത്ത കിണറ്റിൽ നീ കുടിക്കും, നീ നടാത്ത മുന്തിരി നീ പറിക്കും എന്ന് പറഞ്ഞ ഒരു മുന്തിരിങ്ങ പറിക്കുന്നതല്ല, മുന്തിരി തോട്ടങ്ങൾ കൈവശമാക്കുന്നതാണ് അധ്വാനിക്കാത്തതിന്. മറ്റുള്ളവന്റെ അധ്വാനത്തിലേക്ക് നീ പ്രവേശിച്ചിരിക്കുന്നു. വാട്ട് എ ബ്ലെസ്സിങ്! വല്ലവന്റെ പിടിച്ചെടുക്കുന്ന. അപ്പൊ നീതിയുള്ള ദൈവം ഇവർ പറയുന്നതാണ്. പഴയ നിയമത്തിൽ ദൈവം ഭയങ്കര നീതിമാനായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് തള്ള. എന്ത് നീതിയാ? വല്ലവരും അധ്വാനിച്ചതൊക്കെ പോയി പിടിച്ചെടുക്കുന്നതാണ്. അപ്പൊ അവരുടെ നീതി എവിടെ പോയി? അവർക്കെവിടെ നീതി കിട്ടി? ഈ വാഗ്ദത്തങ്ങൾ എടുത്തു വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇത് നോക്കൂ. അപ്പൊ ഈ വാഗ്ദത്തം ഇവിടെ ഉള്ളപ്പം ബ്ലേഡ് കമ്പനിക്കാരെ, അമിത പലിശക്കാരെ, സ്വർണ്ണപ്പണയ തട്ടിപ്പ് നടത്തുന്നവരെ, അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? അതൊക്കെ ഈ ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഈ അച്ഛൻ പറഞ്ഞ 7000 വാഗ്ദാനത്തിൽ പെട്ട കാര്യമാണ് ഇതൊക്കെ. മറ്റുള്ളവന്റെ പിടിച്ചെടുക്കും, നീ അത് ആസ്വദിക്കും, നീ അത് അനുഭവിക്കും, അത് നിനക്ക് അനുഭവമാകും, അതൊരു അനുഗ്രഹമാണ്, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ വേദപുസ്തകം വേണ്ട വിധത്തിൽ പഠിക്കുകയല്ല, ക്രിസ്തുവിന്റെ മനസ്സിനെ പ്രാപിക്കുകയല്ല, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പിൻപറ്റുകയല്ല, മറിച്ച് തെമ്മാടിത്തരമാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പൊ ഇത് എന്തിനെഴുതി വെച്ചിരിക്കുന്നു? ഇത് നിനക്ക് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം അനുകരിക്കാനോ, അതെല്ലാം അതേപടി ആസ്വദിക്കാനോ, അത് അനുഗ്രഹമായെന്ന് ചിന്തിക്കാനൊന്നും അല്ല എഴുതിയിട്ടുള്ളത്. പലതും അനുദപിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ പിന്നിട്ട് പോകുന്ന വഴിത്താരകൾ ഇങ്ങനെയാണ്. പല അനിഷ്ട സംഭവങ്ങളും അഹിതമായ കാര്യങ്ങളും നടന്നിട്ടുണ്ട്, മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനാണ്, അതല്ല ആവർത്തിക്കാനല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ കൊടുത്ത വാഗ്ദത്വമാണ്, മറ്റുള്ളവന്റെ അധ്വാന ബലത്തിലേക്ക് നീ പ്രവേശിക്കും. അപ്പൊ നിങ്ങളെ തന്നെ അവന്റെ ഷൂസിൽ കൊണ്ട് നിർത്തണം. ഈ നഷ്ടപ്പെടുന്നവന്റെ, ഈ കഷ്ടപ്പെടുന്നവന്റെ. യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെ പിടിച്ചെടുക്കത്തില്ല, അങ്ങനെ പിടിച്ചെടുക്കാൻ പറയത്തില്ല. മറ്റുള്ളവന് പോയി പിടിച്ചെടുക്കുന്നതാണോ ശരിയായ രീതി? നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും, നീ കുഴിക്കാത്ത കിണറ്റിൽ നീ വെള്ളം കോരി കുടിക്കും, നീ നടാത്ത മുന്തിരി നീ പറിക്കും, നീ കെട്ടാത്ത പെണ്ണിന്റെ കൂടെ നീ ശയിക്കും. ആ വാഗ്ദാനത്തിന്റെ തുടർച്ച വരുമ്പോൾ അതൊക്കെയാ വരുന്നത്. എന്ന് പറഞ്ഞാൽ കൊലപാതകത്തെയും മോഷണത്തെയും കൊള്ളയെയും വ്യഭിചാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആ പാറ്റേണിലുള്ള പ്രോമിസസ് ഗോത്രീയ കാലത്ത് കിട്ടിയിട്ടുള്ള പ്രോമിസസ് ആണ്. ഈ പ്രോമിസസിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എൻഡോഴ്സ് ചെയ്യാണ്. നോക്കൂ, 7000 പ്രോമിസ് നമുക്കുണ്ട്, ഇതൊക്കെ വാഗ്ദാനമാണ്, ഇതൊക്കെയാണ് നമുക്ക് അനുഗ്രഹം.
ബൈബിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഹോളിയാണെന്നും അതെല്ലാം ദൈവം നമുക്ക് ഇന്ന് തരുന്നതാണെന്നും നമുക്കൊരു ചിന്ത വരികയാണ്. നിങ്ങൾ അതിന്റെ ആ മ്യൂസിക് ഒക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് പറയാൻ ഇഷ്ടമാണ്. പ്രത്യാശയുടെ മഷി കൊണ്ടെഴുതി, പ്രതീക്ഷയുടെ നൂല് കൊണ്ട് കുത്തിക്കെട്ടി, വാഗ്ദാനങ്ങളുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്തൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 7400 പരം വാഗ്ദാനങ്ങളുമായി കറുത്ത വയനിട്ട പുസ്തകം നമ്മെ ചാരത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അവസാനമായി എന്ന് പറയരുത്. ഇറ്റ്സ് ന്യൂ ബിഗിനിങ്. ദൈവം നമ്മൾ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് കുടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. നമ്മൾ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് കുടിക്കാം എന്ന് ദൈവം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കും ഈ വേറൊരുത്തം കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ കൊണ്ടൊക്കെ പോകുന്നത്. കാരണം നമ്മൾ കിട്ടാത്ത പെണ്ണിനെ കൊണ്ടോ പാറ്റേൺ ആണല്ലോ പ്രോമിസസ്. കിണറ്റിലെ വെള്ളമൊക്കെ ഇന്ന് ആർക്കാ കിണറ്റിലെ വെള്ളം കുടിക്കുന്നത്? അപ്പൊ ആ വാഗ്ദാനത്തെ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? പ്രൊജക്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് മറ്റൊരുത്തം വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ കുമ്പസാര തട്ടിപ്പിലൂടെ കൊണ്ടുപോവുക. നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് തന്നെ ഹോട്ടലിന്റെ ബില്ല് കൊടുപ്പിക്കുക. ആ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലെങ്ങാണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇവർ പിടിച്ചെടുക്കുക. കാരണം ഈ പ്രോമിസ് ഉണ്ട്. അപ്പൊ ഈ യഹോവ ആരാധനയും ഈ തരത്തിലുള്ള അന്ധമായ വിശ്വാസവുമാണ് ഈ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നത്. കാരണം ഇതിനെല്ലാം ബിബ്ലിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ദൈവം തങ്ങളുടെ കൂടെയാണെന്ന് ചിന്തിക്കുക. ഇത് ക്രിസ്തുവിന്റെ ഉപദേശമല്ല, ക്രിസ്ത്യാനിറ്റി അല്ല. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോ അതിനകത്ത് യേശു ക്രിസ്തു പറഞ്ഞ എന്നാന്നറിയോ? നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം തട്ടിയെടുക്കാൻ ഒരുവൻ ശ്രമിക്കുന്നെങ്കിൽ നിന്റെ പുതപ്പും കൂടെ അവന് കൊടുത്തേക്ക്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പ്രത്യാശയുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ സമ്പത്തുക്കളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചു. അപ്പൊ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ കാര്യം അവിടെ പറയുന്നതാണ്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് തടവുകാരോട് സഹതാപം കാണിച്ചത് കൂടാതെ നിങ്ങൾ സമ്പത്തുക്കളുടെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചു. ഇപ്പൊ ആദിമകാലത്ത് ഈ ക്രൈസ്തവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കുമായിരുന്നു. ഇപ്പൊ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുമ്പോൾ പ്രത്യേകിച്ച് അവിടെ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ആവർത്തിച്ചു. പിന്നീട് സുറിയാനിക്കാരുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രീക്കുകാര്. അവർക്ക് രാജകീയ അധികാരം ഉണ്ടായിരുന്നപ്പോൾ അവരവിടുന്ന് നിഷ്കാസിതരായി. തങ്ങളുടെ വസ്തുക്കളും സ്വത്തുക്കളും ദേഹണ്ഡങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിലെടുത്ത് പോകാൻ നിർബന്ധിതരായി. നമ്മൾ ലോകപരമായി നോക്കുമ്പോൾ ശാപമാണ്. ഈവൻ അന്ത്യോക്യ സിംഹാസനത്തെ പോലും ഉപേക്ഷിച്ച് ഒരു വഞ്ചിയിൽ കയറി അന്ത്യോക്യയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു സേവറിയോസ് പാത്രിയർക്കീസ് ബാവായ്ക്ക്. പിന്നീട് ഒരിക്കലും സുറിയാനി സഭയ്ക്ക് അന്ത്യോക്യയിൽ ഒരാസ്ഥാനം ഉണ്ടായിട്ടില്ല. എല്ലാം കയ്യിലെടുക്കാവുന്നത് മാത്രം എടുത്തുകൊണ്ട് ഇപ്പൊ ഇറാഖിൽ നിന്നൊക്കെ ക്രൈസ്തവര്, പ്രത്യേകിച്ച് അവിടെയുള്ള യാക്കോബായക്കാരൊക്കെ പലായനം ചെയ്യേണ്ടി വന്ന അങ്ങനെയാണ്. 2 hours ആണ് കൊടുക്കുന്നത്. 2 മണിക്കൂർ സമയം തരും. ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കയ്യിലെടുക്കാവുന്നൊക്കെ എടുത്തോണം, പോയിക്കോണം. അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറായിക്കോണം, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം. 3 ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കയ്യിലെടുക്കാവുന്ന എടുത്തോണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലുക, മുസ്ലിമായി മാറുക, അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാകുക. ABC. അപ്പം എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഒരുപിടി സാധനങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും അതുമൊക്കെ എടുത്ത് പോവാം. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച, ഈവൻ ടുഡേ അനുഭവിക്കുന്ന, നമ്മൾ കണ്ട പള്ളികളൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരിക. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഫോർ യു ഹാഡ് കമ്പാഷൻ ഓഫ് മീ ഇൻ മൈ ബോൺസ് ആൻഡ് ടുക്ക് ജോയ്ഫുള്ളി ദ സ്പോയിലിംഗ് ഓഫ് യുവർ ഗുഡ്സ്, നോവിംഗ് ഇൻ യുവർസെൽves that you have in heaven a better and enduring substance. ഇപ്പൊ സ്വർഗത്തിൽ സമ്പത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട്
യേശുക്രിസ്തു പറയാണ്, കള്ളൻ കൊണ്ടുപോവുകയോ പുഴു പിടിക്കുകയോ തുരുമ്പ് പിടിക്കുകയോ പുഴു അരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഈ ഭൂമിയിലെ സ്വത്തുക്കളിലല്ല, പഴകിപ്പോകാത്ത മടിശീലകളുള്ള നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുള്ള സ്വർഗത്തിൽ നിങ്ങളെ നിക്ഷേപം സ്വരൂപിക്കുവീൻ. അപ്പൊ ഇതും ഈ അച്ഛൻ പറഞ്ഞ 7000 വാഗ്ദാനമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആ വാഗ്ദത്തങ്ങളൊക്കെ ഇതിനെതിരാണ്. മറ്റുള്ളവൻ്റെത് പിടിച്ചെടുക്കുക, മറ്റുള്ളവരെ അടിച്ചമർത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങളാണ് ഏതാണ്ട് ചുറ്റി. നമുക്ക് കേൾക്കാം. അച്ഛനെ കാണാൻ നല്ല സൗന്ദര്യമുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. അതുകൊണ്ട് പലരും പറയുന്നുണ്ട് ഒന്നുകൂടെ കാണണം. എനിക്കറിയത്തില്ല, ആളുകളൊക്കെ അച്ഛൻ്റെ സൗന്ദര്യം കണ്ട് ഇനി ആ കൂടെ ആവുമായിരിക്കും. നോക്കി കേട്ടോ. ഞാൻ പറയാറുണ്ട്, എനിക്ക് പറയാൻ ഇഷ്ടമാണ്. പ്രത്യാശയുടെ മഷി കൊണ്ടെഴുതി, പ്രതീക്ഷയുടെ നൂല് കൊണ്ട് കുത്തിക്കെട്ടി, വാഗ്ദാനങ്ങളുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്തൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 7400-ൽ പരം വാഗ്ദാനങ്ങളുമായി കറുത്ത വയനിട്ട പുസ്തകം നമ്മെ ചാരത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അവസാനമായി എന്ന് പറയരുത്. ഒന്നും പറയരുത്. നീ കുടിക്കാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഈ പുസ്തകം നിന്റെ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഏത് കിണറ്റിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അത് നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ റൈറ്റ്ഫുള്ളി ഡിവൈഡ് ദ സ്ക്രിപ്ചേഴ്സ് എന്നാണ് പറയുന്നത്. സ്ക്രിപ്ചറിനെ നിങ്ങൾ വായിക്കുമ്പോൾ ചുമ്മാ തുറന്നിട്ട് എന്തെങ്കിലും കണ്ടു, പണ്ടൊരുത്തനുണ്ടായിരുന്നു ബൈബിൾ തുറന്നു നോക്കുമ്പോൾ കിട്ടുന്നത് അവനുള്ള ദൂത്. അപ്പൊ അവൻ അങ്ങനെ 10,000 രൂപ കിട്ടി. അപ്പോഴേക്കും എന്നാലും വലിയ സന്തോഷം. ഒന്ന് ബൈബിൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നിനക്കുള്ളതൊക്കെയും ദരിദ്രർക്ക് ദാനം ചെയ്യുവി എന്നൊരു വാക്യം കണ്ടു. അവന് പേടിച്ചു പോയി. 10,000 രൂപ കയ്യിലിരിക്കും. മനസ്സിലായോ? കുറേ നേരം കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമായി. ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നു നോക്കി. അപ്പം വായിച്ചു, യൂദ ദൈവാലയ ഭണ്ഡാരത്തിൽ ആ പണം എറിഞ്ഞിട്ട് പോയി കെട്ടി ഞാൻ ചത്തു. ആദ്യം പ്രാർത്ഥിച്ചു തുറന്നപ്പം കണ്ടത് ദരിദ്രർക്ക് ദാനം ചെയ്യാണ്. രണ്ടാമത് അതിനേക്കാൾ സീരിയസ് ആയി, പള്ളിയിലോട്ട് പൈസ ഇട്ട് തൂങ്ങിക്കോളാനാണ്. പുള്ളിക്കാണ് ഈ ബൈബിള് തുറന്നു നോക്കുന്ന ആ ശീലം രണ്ടാമത് വായിച്ചപ്പം പണ്ണാരത്തി പൈസ ഇട്ടിട്ട് തൂങ്ങിച്ചാകാനുണ്ടേ. ഇവൻ ഈ ശീലം ഉള്ളതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. മൂന്നാമത് പിന്നെയും പോയി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പം ഇനി താമസിക്കുന്ന എന്ത് എന്ന് വാക്യങ്ങൾ. ഈ രീതിയിലാണ് പലരും ബൈബിൾ പഠിക്കുന്നത്, അല്ലെ ബൈബിളിനെ ഉപയോഗിക്കുന്നത്. ചുമ്മാ പ്രാർത്ഥിച്ച് തുറന്നു നോക്കുക, അവിടെ കണ്ടു ഇത് ആരോട് എപ്പോൾ എന്തിന് എവിടെ വെച്ച് പറഞ്ഞു, ഇതെന്തിനാണ് ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് ചിന്തിക്കത്തില്ല. അപ്പൊ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായ ആളുകളെ വഞ്ചിക്കാനും അവരെ മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും ഈ ബൈബിൾ ഉപയോഗിക്കുന്ന ധാരാളം കൗശലക്കാര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ വർഷത്തിന്റെ ആദ്യത്തെ മാസം നമ്മൾ മനസ്സിലാക്കേണ്ട ആളുകൾ, വഞ്ചകന്മാർ പലരും പുറപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ 2000 വർഷം മുമ്പ് എഴുതിയത് ഇന്നും അക്ഷരാർത്ഥത്തിൽ ഈ പുസ്തകവുമായിട്ട് ആളുകൾ വഞ്ചിക്കാൻ ഇറങ്ങുക. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോ ഇത് പറഞ്ഞു, ഈ പുസ്തകം അല്ലെങ്കിൽ മറ്റ് സന്യാസിമാരുണ്ട്, ആൾദൈവങ്ങളുണ്ട്, പിന്നെ മറ്റു പലതരത്തിലുള്ള തട്ടിപ്പുണ്ട്, മണിച്ചെയിനുണ്ട്, മാഞ്ചിയുമുണ്ട്, ആടുണ്ട്, മൂഞ്ചിയുമുണ്ട്, ലാവല്യുണ്ട്, ഇങ്ങനെ ഒത്തിരി വഞ്ചനകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമ്മളെന്തിനാ പ്രതികരിക്കുന്നത്? ആരെങ്കിലും വഞ്ചിക്കുന്നെങ്കിൽ വഞ്ചിക്കട്ടെ, ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, ചൂഷണം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, മണി റൊട്ടേഷൻ നടക്കുമല്ലോ, നമുക്ക് ശരിയാണ്. പക്ഷേ ഇതൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അപ്പോ കർത്താവിന്റെ നാമത്തെയാണ് ഇവർ ദുഷിപ്പിക്കുന്നത്. അപ്പം വിശ്വസ്തനായ ഒരു ക്രിസ്ത്യാനിക്ക് ഇത് കണ്ടാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞാൻ പറഞ്ഞല്ല, പൗലോസ്ലീഹ പറഞ്ഞാണ്. കാരണം ഇത്തരത്തിലുള്ള അനീതി, ഇത്തരത്തിലുള്ള ചൂഷണം, ഇത്തരത്തിലുള്ള വഞ്ചന, ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ അതിനെ പൊറുക്കുന്നെങ്കിൽ
അത് ആശ്ചര്യമാണ്. നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇത് പൗലുസ്ലിഹയുടെ വാക്കാണ്. കാരണം എന്നെ പലപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒരു വാക്കാണ്. പൗലുസ്ലിഹ പറഞ്ഞ എന്നാണെന്നറിയോ? അവിടെ നിങ്ങൾ 0 ടോളറൻസ് ആയിരിക്കണം. ടോളറൻസ് കാണിക്കരുത്. ടോളറൻസ് കാണിക്കരുത്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. For if he that comes preacheth another Jesus whom we have not preached, or if you receive another spirit which you have not received, or another gospel which you have not accepted, you might well bear with him. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഈ തരത്തിൽ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്ന യേശു, അപ്പൊ ഇത് പൗലുസ്ലിഹ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. അതിങ്ങനെ, നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിക്കുന്നത് പുറത്തു കൊണ്ടാ കൊള്ളാമായിരുന്നു, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുണ്ടല്ലോ. അപ്പൊ പൗലുസ്ലിഹയാണ്, ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരോട് പൊറുക്കുന്ന എനിക്ക് ആശ്ചര്യം, അവരോട് പൊറുക്കരുത്. അപ്പൊ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കപടന്മാർ, ഇത്തരത്തിലുള്ള കള്ളവേലക്കാർ, ഇത്തരത്തിലുള്ള ചൂഷകന്മാർ, ഇത്തരത്തിലുള്ള വഞ്ചകന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എന്തു ആയിപ്പോട്ടെ എന്ന് വെച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പോകരുത് എന്നാണ് പൗലുസ്ലിഹ എഴുതിയിട്ടുള്ളത്. പൗലുസ്ലിഹയെ ക്രിസ്ത്യാനികളിൽ നല്ല ഒരു പങ്കും ഉൾക്കൊള്ളുന്നില്ല ഒരു അപ്പോസ്തലനായിട്ട്. പൗലുസ്ലിഹയെ ഉണ്ടോ, പൗലുസ്ലിഹയ്ക്ക് കൊടുക്കേണ്ട വില കൊണ്ട് പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ ദൈവശാസ്ത്ര ചർച്ചകൾ, അത് പൗലുസ് അല്ലേ പറഞ്ഞത് എന്ന്. പക്ഷെ പൗലുസ്ലിഹയെ ലിറ്റർജിയിൽ തന്നെ ഓണർ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് സുറിയാനി സഭയ്ക്കുള്ളത്. പൗലുസ്ലിഹ ധന്യം ചെൽക്കട്ടെ എന്നീ ദേവൻ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊരു ചിങ്ങരുവൻ അറിയിച്ച എല്ലാ വിശുദ്ധ കുർബാനയിലും പാടുന്നുണ്ട്. മറ്റ് കൂദാശകളിലും അതേ ഗീതം ആലപിക്കാറുണ്ട്. അപ്പൊ അത്രമാത്രം പൗലുസിനെ ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉപദേഷ്ടാവായിട്ട് അംഗീകരിക്കുന്ന ഒരു സഭ പൗലുസിന്റെ ഈ സെന്റിമെന്റ്സ്, പൗലുസിന്റെ ഈ വികാരങ്ങളെ ഉൾക്കൊള്ളേണ്ടതാണ്. അതേപടി പൗലുസ്ലിഹ പറയാണ്, അനദർ ക്രൈസ്റ്റ്, അനദർ സ്പിരിറ്റ്, അനദർ ഗോസ്പൽ. ഏതാണ് അനദർ സ്പിരിറ്റ്? ദ സ്പിരിറ്റ് അതർ ദാൻ യു ഹാവ് റിസീവ്ഡ് ത്രൂ ദ ഹോളി ബാപ്റ്റിസം, മാമോദിസ. അപ്പൊ മാമോദിസയിലൂടെ നിങ്ങൾ സ്വീകരിച്ച ആത്മാവല്ലാതെ വേറൊരു ആത്മാവ്, അതാണ് ഇപ്പം ഈ സെയിന്റ് പോൾസ് മിഷൻകാരും കരിസ്മാറ്റിക്കുകാരും പിന്നെ റിവൈവൽ ഫെലോഷിപ്പുകളും ഒക്കെ കൂടെ ആളുകൾക്ക് കൊടുക്കുന്ന, കൈയടിച്ച് വരുത്തുകയാണ്. കൈയടിച്ച് ഈ കർക്കിടക വാവിന് കായടിച്ചിട്ട് കാക്ക കാത്തിരിക്കുന്നത് പോലെ കരിസ്മാറ്റിക്കുകാർ ആത്മാവിനെ കാത്തിരിക്കുകയാണ്. ആത്മാവ് വരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ സഭ നൽകുന്നത് കൈവപ്പിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് മൂറോന്റെ റൂഷ്മായിലൂടെയാണ്. അതാണ് യഥാർത്ഥത്തിൽ സഭയുടെ ആത്മാവ്. ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരാൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിന്നി പി ജോൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹം മാമോദിസ സ്വീകരിച്ച് അപ്പം പെന്തക്കോസ്തുകാർ ചെല്ലോ പുതുക്രിസ്ത്യാനി തന്നെയാണ്. കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? മാമോദിസ ലഭിക്കുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്, അല്ലാതെ അതിനു മുമ്പ് ക്രിസ്ത്യാനിയല്ല. അപ്പൊ ബിന്നി പി ജോൺ കുടുംബമായിട്ട് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനൈസ്ഡ് വൺ, അതാണ് ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസൻഡ് വൺ, അഭിഷക്തൻ, അഭിഷേകം കിട്ടിയവൻ. മഷിഹ എന്നാണ്, ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്കാണ്. അതിന്റെ എബ്രായ മെസായാണ് മഷിഹ. മഷിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, അഭിഷേകമുള്ളവൻ. അപ്പം അനോയിന്റഡ് വൺ, അഭിഷിക്തൻ ഏകനാമമാണ്. ആരാണ് അഭിഷിക്തൻ? യേശുക്രിസ്തു. യേശുവാണ് അഭിഷിക്തൻ. അപ്പൊ യേശു എന്ന അഭിഷിക്തൻ ശിരസായിരിക്കുന്ന ഒരു ശരീരമാണ് സഭ. അപ്പൊ ആ ശിരസിൽ നിന്ന് അഭിഷേകം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എന്ത് ചെയ്യും? പ്രവഹിക്കും. അതുകൊണ്ടാണ് ശരീരം മുഴുവനും യുക്തമായി ഏകീഭവിച്ചും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ഭവിച്ചും. അപ്പൊ ചൈതന്യം മുഴുവൻ ശരീരത്തിലേക്ക് പ്രസരിക്കുന്ന
ഞരമ്പുകളും സന്ധിമജ്ജകളും എല്ലാം ചേർന്ന ഒരു ശരീരമാണ്. ആ ശരീരത്തിന്റെ ശിരസാണ് യേശു. ആ യേശുവിൽ നിന്നുള്ള അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും പ്രവഹിക്കുക. അല്ലാതെ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിഷേകമില്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഒറ്റ അഭിഷേകമേ ഉള്ളൂ, ഒറ്റ അഭിഷിക്തനേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന ശിരസിൽ നിന്ന്. ഇതിനെ പ്രവചനാത്മകമായിട്ട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഇതൊരു പ്രവചനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്റോന്റെ തലയിൽ നിന്ന് അഭിഷേക തൈലം അവന്റെ താടിരോമം വഴി ഒഴുകും, അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകി എത്തുന്നു. അപ്പോ ഈ വസ്ത്രത്തിന്റെ വിളുമ്പ് എന്ന് പറഞ്ഞ ഏറ്റവും താഴെയുള്ള, ഏറ്റവും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വിശ്വാസിയിലേക്ക് വരെ എന്ത് ചെയ്യാണ്? ഈ ചൈതന്യം പ്രവഹിക്കുകയാണ്, അഭിഷേക തൈലം പ്രവഹിക്കുകയാണ്. അങ്ങനെയാണ് ശരീരം മുഴുവനും യുക്തമായിട്ട് ഏകീഭവിച്ച് എല്ലാവരിലേക്കും ആ ചൈതന്യം വരുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നിന്നുള്ള അഭിഷേക തൈലം, ക്രിസ്തുവിൽ നിന്നുള്ള ആ അഭിഷേകം പരിശുദ്ധ മാമോദീസായിലൂടെ സഭയിലുള്ള എല്ലാ വ്യക്തികളിലേക്കും എത്തുന്നു. ഇതല്ലാതെ മറ്റൊരു ആത്മാവിനെ കൈകൊട്ടി വരുത്താം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ് പൗലോസ് എഴുതിയത്. അതാണ് നിങ്ങൾ വായിച്ചില്ലേ, വേറൊരാത്മാവെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ. അപ്പൊ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി യാക്കോബായക്കാർക്കൊക്കെ വേറെ ആത്മാവിനെ കിട്ടുന്നുണ്ട്, വേറെ ആത്മാവിനെ പ്രാപിക്കുകയാണ്. കൈയടിച്ച് ആലലിയ ആലലിയ വിളിച്ച് പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് അലറി എന്തോ ഒരു ഹിസ്റ്റീരിയ ബാധിച്ച് അങ്ങനെ ഒരു ആത്മാവിനെ വരുത്തുകയാണ്. അപ്പൊ മറ്റൊരു സ്പിരിറ്റ് ആണത്. അതുപോലെ മറ്റൊരു ഗോസ്പൽ, അനദർ ഗോസ്പൽ, യു ഷാൽ ബി ബ്ലസ്ഡ് എന്നുള്ളതാണ് ആ ഗോസ്പൽ. നിനക്ക് എങ്ങനെയാണ് ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും? നീ കുഴിക്കാത്ത കിണറ്, നീ കുത്താത്ത കിണറ്, നീ പണിയാത്ത വീട്, നീ നടാത്ത മുന്തിരി, ഈ തരത്തിലുള്ള വഞ്ചനയുടെ, കൊള്ളയുടെ, പിടിച്ചെടുക്കലിന്റെ, തട്ടിപ്പിന്റെ ഒക്കെ ഒരു ആദർശമാണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നത്. കാരണം നമ്മൾ പണിയാത്ത വീട്, അതെന്തിനാ നമ്മൾ പണിയാത്ത വീട്ടിൽ പോയി താമസിക്കുന്നത്? നമ്മൾ കുഴിക്കാത്ത കിണറ് നമ്മൾ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാ? അതൊരു പ്രോമിസ്. അപ്പൊ അതാ മറ്റൊരു സുവിശേഷമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷം ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും സുവിശേഷമാണ്. അതിന് നേരെ വിരുദ്ധമായി പിടിച്ചെടുക്കലിന്റെയും അടിച്ചമർത്തലിന്റെയും കൊള്ളയിടലിന്റെയും വഞ്ചനയുടെയും ചൂഷണത്തിന്റെയും ഒക്കെ വക്താക്കളായി മറ്റൊരു സുവിശേഷം അവതരിപ്പിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടും, നീ ഈ ദേശത്ത് വലിയവനാകൂടാ, വലിയവൻ എന്നുള്ള, നീ വാലല്ല തല തന്നെയാകും. ഈ തരത്തിലുള്ള, അതാണ് പ്രോമിസ് മേക്കർ മാത്രമല്ല, ദൈവം പ്രോമിസ് കീപ്പറാണ് ദൈവം. അത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനും ആയ ദൈവം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനായ, നമ്മൾ സാധാരണ കൂട്ടായ്മയിലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. God made so many promises and he will duly keep his promises. That is the hope of the believer. ഇതാണ് ദൈവം ആരോടാണ് ഈ വാഗ്ദത്തം ചെയ്യുന്നത്? ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ തന്നെ സ്ഥാനം എന്ത് ചെയ്തു? ഇളക്കിക്കളഞ്ഞു. അങ്ങേർക്ക് സ്വന്തം ആലയം ഒന്നും പണിയാൻ പറ്റിയിട്ടില്ല 2000 കൊല്ലമായിട്ട്. ഇതാ മുഴുത്ത ദൈവം. അവനാണ് നിനക്ക് ഇനി വാഗ്ദാനം ഉണ്ടാക്കാൻ പോണത്. എന്ത് വാഗ്ദാനം? പൊളിച്ചു ദൂരെ കളഞ്ഞു. ഇപ്പോഴും അത് പണിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആര്? ഈ കരിസ്മാറ്റിക്കാരും ഈ പെന്തക്കോസുകാരും ഈ ബ്രദറൻകാരും ഈ കൂട്ടായ്മക്കാരും പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ ഈ വാഗ്ദാനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആള് ഈ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും നിങ്ങൾ പ്രസംഗിക്കുകയും മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം ഓർത്തോണം. നിങ്ങളുടെ പ്രലോഭനങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ പ്രഖ്യാപനങ്ങളും നിങ്ങളുടെ പ്രവചനങ്ങളും എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ജെറുസലേം നഗരം നിൽക്കുകയാണ്. 2000 വർഷം മുമ്പ് പണിത് ഇതുവരെ പണിയാൻ പറ്റിയിട്ടില്ല. ആദ്യം അത് പണിയടേ, നിന്റെ വാഗ്ദാനമല്ലേ. ഇത് വഞ്ചനയാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ട്രൂ ക്രിസ്ത്യൻ ലൈഫിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഇന്നും കേരളം ഇപ്പോഴും സത്യസുവിശേഷം കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി, ഞാൻ ആ വാക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ഇതുവരെ ഈ സത്യസുവിശേഷം മുഴങ്ങിയിട്ടില്ല. ഈ മറ്റൊരു സുവിശേഷമാണ് അവിടെ മുഴങ്ങിയത്. മറ്റൊരു സുവിശേഷത്തിന്റെ ഗീതങ്ങളാണ് അവിടെ ആലപിക്കപ്പെടുന്നത്. മറ്റൊരു സുവിശേഷമാണ് ഇങ്ങനെ കൊട്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. സത്യസുവിശേഷം മുഴങ്ങട്ടെ. സത്യസുവിശേഷം പ്രസംഗിക്കാൻ ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള സുറിയാനി സഭയുടെ പുരോഹിതന്മാരുണ്ട്. അവരിൽ ഒരാളാണ് ഇപ്പം നമ്മൾ
കണ്ടത് ഏതാണ്? ഈ പ്രത്യാശയുടെ നൂല് കൊണ്ടാണ്ട് ചുറ്റിക്കെട്ടിയെന്ന് പറഞ്ഞു. വാഗ്ദാനങ്ങളുടെ മഷി കൊണ്ട് ഇങ്ങനെ 7000 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു. വളരെ ദയനീയമാണ് ഈ സ്ഥിതി. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ശരിയായ വിധത്തിൽ തിരുവെഴുത്തുകളെ പഠിക്കുക. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ പോരാ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയണം. അതിൻ്റെ പ്രീ ടെക്സ്റ്റ് വായിക്കണം. അപ്പൊ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്. നമ്മൾ സാധാരണ ഇത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, ഇത്രയും കാര്യം നിങ്ങൾ പരിഗണിക്കണം. ആര് ആരോട് എപ്പോൾ എന്തിന് എവിടെ വെച്ച് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം നടന്നു അവരുടെ ജീവിതത്തിൽ. ഇനി ഈ പറഞ്ഞതൊരു വാഗ്ദത്തമായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇന്ന് ആപ്ലിക്കബിൾ ആണോ? ഇസ് ഇറ്റ് ആപ്ലിക്കബിൾ ടു മീ? ഈ വാഗ്ദാനം എന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിന് ആവർത്തന സ്വഭാവമുണ്ടോ? ഇപ്പൊ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇവിടെ അമേരിക്കയിലൊക്കെ മരുന്ന് പ്രിസ്ക്രൈബ്, നാട്ടിലേക്കാൾ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു മരുന്നും കിട്ടത്തില്ല. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് പറഞ്ഞ് കുറച്ചുണ്ട്, ഈ വിക്സും പാരസിറ്റമോളും, അതൊക്കെ വേണം കിട്ടും, അല്ലാതെ ഒരു മെഡിസിനും കിട്ടത്തില്ല. ഈ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ നിന്ന് കിട്ടുമ്പം ഈ നമുക്കൊരു 30 days ആയിരിക്കും മെഡിസിൻ. അപ്പൊ അതിന്റെ കീഴെ റീഫിൽസ് എന്ന് കാണാം. അപ്പൊ റീഫിൽസ് നമ്മൾ നോക്കുമ്പോൾ 3 എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിഞ്ഞാൽ 3 പ്രാവശ്യവും കൂടെ നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മരുന്ന് മേടിക്കാം. 3 റീഫിൽസ് ഉണ്ട്. 3 പ്രാവശ്യം കൊണ്ട് നമ്മൾ പോയി മേടിച്ച് 4ാമത് ഇതേ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാർമസിക്കാരൻ പറയുന്നോ, കാരണം 3 ആണ് റീഫിൽ. ഇനി വേണമെങ്കിൽ പോയി ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കണം. അപ്പൊ നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ റീഫില്ലുണ്ടോ? ചിലത് 1 time ആണ്. ഇപ്പൊ നമുക്കൊരു ഇൻഫെക്ഷനോ എല്ലാം വന്നു, നമുക്കൊരു ആന്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ നോ റീഫിൽ, ഒറ്റ 1 time ആണ്, അത് കിട്ടി തീർന്നു. അപ്പൊ ഈ ബൈബിളിൽ നിങ്ങൾ വായിക്കുന്ന ഈ ഒരു പ്രവചനം ആവർത്തന സ്വഭാവമുള്ളതാണ്. ഇസ് ദർ എനി റീഫിൽസ്? അതോ 1 time ആണ്? ഇപ്പൊ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, 1 time പ്രോമിസ് ആണ്, 1 time പ്രോഫസി ആണ്. ഉള്ള കന്യകമാരിലാണ് പ്രസവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിട്ട് 1 time ആണത്. ഇപ്പൊ നിങ്ങൾ ബൈബിളിൽ വായിക്കുന്ന ഈ പ്രോമിസ് ആവർത്തന സ്വഭാവമുള്ളതാണോ? ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു എവരി വൺ ആണോ? ആണോ? അപ്പൊ നിങ്ങളൊരു ബൈബിളിൽ നിന്നൊരു വാഗ്ദാനം, അല്ല ഏതെങ്കിലും പൊട്ട അച്ഛന്മാരവിടെ വെച്ചാൽ കന്യാസ്ത്രീ പറയാതെ എഴുതിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്ന് ഓർത്ത് നിങ്ങൾ വെറുതെ ചിന്തിക്കരുത്. നിങ്ങൾക്കുള്ളതാണോ? ആണോ? അപ്പൊ അത് പഠിച്ചു നോക്കാം. അത് പഠിക്കാനാണ് ഈ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ് ഇത് വായിച്ചിട്ട് നോക്കണം. ഇത് ആർക്കുള്ളതാണ്, ഇത് ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു. ഇത് ജനറലി സഭയ്ക്കുള്ളതും സഭാവിശ്വാസികൾക്കുള്ളതും അല്ലെ നമുക്കുള്ളതും. നമുക്ക് ദൈവം ഇന്ന് ഈ വാഗ്ദാനം തരുന്നുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പെരുവെള്ളം അരച്ചു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. അപ്പൊ നമുക്ക് വാഗ്ദാനമുണ്ട്. ഒരു ഡാം പൊട്ടി വെള്ളം ഇങ്ങനെ അരച്ചു വരുമ്പോഴേക്കും പറയണം വാഗ്ദാനം ഇവിടെ നിന്നേക്കാം. കാരണം നമ്മുടെ അടുത്ത് വരത്തില്ല. സുനാമി വന്നപ്പം ഈ ബൈബിൾ വെച്ചോണ്ടിരുന്നവരെല്ലാം ഒലിച്ചു പോയില്ലേ? കേരളത്തിൽ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ പെരുവെള്ളം എരിച്ചു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ലെന്ന് എഴുതി വെച്ച പെന്തക്കോസ് ഓളുകളൊക്കെ മുങ്ങിപ്പോയില്ലേ? ആ പെന്തക്കോസുകാരെയൊക്കെ വള്ളത്തേല് ലത്തീൻ കത്തോലിക്കർ വന്ന് എടുത്തോണ്ട് പോയില്ലേ? ഇല്ലേ? ഇവൻ ഭയങ്കരമായിട്ട് ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു വന്ന് സഹായിക്കാൻ വന്ന ലത്തീൻ കത്തോലിക്കർ അവിടെ നിന്ന് കുറെ ബോട്ടുകളൊക്കെ വന്ന്. ഞാൻ പറഞ്ഞത് വാഗ്ദത്തം ഉണ്ടല്ലോ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. ഈ വാഗ്ദത്തം ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ? ഈ പറഞ്ഞ കൊട്ടാരക്കരല്ലേ ടിനുവും ഇപ്പൊ പറഞ്ഞ അച്ഛനും ഈ കോട്ടയത്തെ തങ്കുവും ഇവരെല്ലാം ഇത് വെച്ച് പ്രസംഗിക്കുന്നവരാ. അവരുടെ എല്ലാം സ്ഥാപനം മുങ്ങിപ്പോയി. ഒരു വാഗ്ദത്വം വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഏത് വാഗ്ദത്വമാണ് വർക്ക് ചെയ്യുന്നത്? ഇതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇതിപ്പോ ഒരുമാതിരി നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നവരുണ്ട്. മനസ്സിലായി? അപ്പൊ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഓക്കെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരോട് പറയാൻ. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. ബൈബിളിന്റെ ഒരു വാഗ്ദത്വമാണ്. ഈ വാഗ്ദത്വം നിങ്ങൾ ഉറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡാം പൊട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? സുനാമി കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുമോ? കാരണം ബൈബിളിൽ വാഗ്ദത്വമാണ്. ഊര് വാരിക്കെട്ടി ഓടും. ഞാൻ പറഞ്ഞത് വഞ്ചിക്കപ്പെടാൻ ഇടയാകരുത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ പ്രതിമ. ദൈവപ്രതിമയായ ക്രിസ്തു എന്നാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവം ആരാണ്? ഈ അത്താനസിസ് തിരുമേനി പറഞ്ഞൊന്നും അല്ല ദൈവം.
ദൈവത്തിന്റെ പ്രതിമ. ഇപ്പൊ ഒരാൾ മഹാത്മാഗാന്ധി നമുക്കിപ്പോ കാണാൻ പറ്റില്ല, ഗാന്ധിയുടെ പ്രതിമ കോട്ടയത്ത് നിൽപ്പുണ്ട്. കോട്ടയത്ത് ആ സെൻട്രൽ ജംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധി പ്രതിമയാണ്. അതേ പോയി നോക്കിയാൽ ഗാന്ധിയെ കാണാം. ഗാന്ധി എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയാൻ മേലാത്തവർക്ക്, ദൈവം എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ പ്രതിമ ആരാണെന്നറിയാമോ? അത് ക്രിസ്തുവാണ്. ദൈവപ്രതിമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ദൈവത്തിന് പ്രതിമയുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ഹു ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ പ്രതിമ ആരാണ്? യേശു ക്രിസ്തു. ആ ദൈവത്തെ കാണണമെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ കാണണം. യേശു ക്രിസ്തുവിൽ നോക്കിയാൽ മതി. നഗ്നനായി, മുറിവേൽക്കപ്പെട്ടവനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി, പരിക്ഷീണനായി, നിസ്സഹായനായി, നിശ്ചേഷ്ടനായി, മൂന്നാണികളിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. നോക്കൂ, കാൽവരി കുരിശിലേക്ക് നോക്കൂ, ദൈവത്തെ കാണാൻ. അപ്പൊ നിന്റെ വേദനകളിൽ, നിന്റെ കഷ്ടതകളിൽ, നിന്റെ ഞെരുക്കങ്ങളിൽ, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ, നിന്റെ ബന്ധത്തിന്റെ ഉലച്ചിലുകളിൽ, നിന്റെ ഹൃദയത്തിന്റെ ക്ഷതങ്ങളിൽ, നിന്റെ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, നീ ഒറ്റപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തലിന്റെ അനുഭവങ്ങളിൽ, നീ നിന്റെ ദൈവത്തെ കാണൂ, നീ നിന്റെ ദൈവത്തെ നോക്കൂ. ആ ദൈവം ആ കുരിശി കിടപ്പുണ്ട്. ഇതാണ് ജയമുള്ള സ്ലീബ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് ഈ സ്ലീബ വാഴ്വിന്റെ, സ്ലീബായുടെ പ്രാധാന്യം. സുറിയാനി സഭയിൽ എപ്പോഴും സ്ലീബയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സ്ലീബ സ്ലീബ സ്ലീബ. അപ്പൊ നിങ്ങളുടെ മുറിവുകളിലേക്ക് സാന്ത്വനമായി ആ കുരിശിലേക്ക്, ഇതാണ് നിന്റെ ദൈവം. അല്ലാതെ രാത്രിയിൽ ഏതെങ്കിലും ഗ്രാമത്തിന്റെ അതിർത്തികളിൽ ഒളിച്ചിരിക്കുകയും ഗ്രാമത്തിലെ പുരുഷന്മാർ ഉറങ്ങുന്ന ലാക്കിന് ചാടി അവരുടെ മേൽ കുന്തം കൊണ്ട് കഴുത്തിൽ കുത്തിക്കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന, അതിന് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുണ്ടാ, എടാ പുരുഷൻ തൊടാത്ത പെണ്ണുങ്ങളുണ്ട്, 4-5 എനിക്കൂടെ എടുത്തോടാ എന്ന് പറയുന്ന ഒരു ദൈവമല്ല. നിന്റെ ദൈവം തന്നെ അതാ കിടക്കുന്നു, കുരിശി കിടക്കുന്നു. ആ ധ്യാനത്തിലാണ് നിനക്ക് ഇമോഷണൽ ഹീലിംഗ് ഉണ്ടാകുന്നത്. ആണ് ക്രിസ്ത്യാനിറ്റി അതിനാ തന്നിട്ടുള്ളത്. ദൈവം ആ കുരിശി കിടന്നു, മുറിവേൽക്കപ്പെട്ടവനായി. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, പാട്ട് കേട്ടിട്ടില്ലേ? ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് വന്നു ഭൂമിയിലേക്ക്. അവിടെ വെച്ച് അവൻ അടിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, ദരിദ്രനാക്കപ്പെട്ടു, അവന്റെ വസ്ത്രം വിഭജിക്കപ്പെട്ടു, അവന്റെ പുറംകുപ്പായം ചീട്ടിട്ട് എടുക്കപ്പെട്ടു. എല്ലാ തരത്തിലും നിങ്ങളിൽ നിന്ന് മറ്റു പലതും അപഹരിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ വസ്ത്രം പോലും അപഹരിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഉടുമുണ്ടുണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉടുമുണ്ടല്ലേ ഇറങ്ങിപ്പോകും. നിങ്ങൾ ഇറങ്ങിപ്പോ നിങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചെടുക്കുന്നില്ല. ക്രിസ്തുവിന്റെ വസ്ത്രം പോലും അപഹരിക്കപ്പെട്ടു. ആ ക്രിസ്തുവിൽ ദൈവത്തെ കാണും. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇത് പ്രസംഗിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. അല്ലാതെ അനാവശ്യമായ മോഹങ്ങൾ ആളുകൾക്ക് കൊടുക്കുക, പ്രതീക്ഷകളെ വാനോളം ഉയർത്തുക, മിഥ്യാചിന്തകളെ കൊണ്ടുവരിക, അനാവശ്യമായ വ്യാമോഹങ്ങൾ കൊടുക്കുക, അതിനെ താലോലിപ്പിക്കുക, അവസാനം അത് നടക്കാതെ വരുമ്പോൾ ആളുകൾ നിരാശരാകുക, വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുക. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. സോ ട്രൂ സ്പിരിച്വൽ, ട്രൂ ക്രിസ്ത്യൻ മെസ്സേജുകൾ കൊടുക്കുവാൻ അച്ഛന്മാർ തയ്യാറാവണം. അവരാദ്യം ക്രിസ്തുവിനെ കണ്ടെത്തണം. വയലാർ രാമവർമ്മ എഴുതിയ 10 പാട്ട് കേട്ടാലും മതി. ഇവരെ പലരെക്കാളും കൂടുതൽ ക്രിസ്തുബോധമുള്ള വ്യക്തിയായിരുന്നു. കണ്ടെത്തിയിടും മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ലേ വയലാർ എഴുതിയത്. നീ ഒരു പക്ഷേ കണ്ടെത്തുമെന്ന്. ഇറ്റ്സ് എ ഹോപ്പ്. ഉത്തമയുഗത്തിലെ ശൂലമിയാൾ ഇറങ്ങിപ്പോന്നേ തന്റെ പ്രിയനെ കണ്ടെത്താൻ. കണ്ടെത്തുമായിരിക്കും. വഴിയിൽ വെച്ച് രാത്രി കാവൽക്കാർ അവളോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഞാൻ എൻ്റെ പ്രിയനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ അവളെ അടിച്ചു, മുറിവേറ്റു, ക്ഷതമേറ്റു. എന്നിട്ടും അവൾ അന്വേഷണം നിർത്തിയില്ല. നിങ്ങളുടെ അന്വേഷണത്തിൽ
നിങ്ങൾക്ക് മുറിവുകളുണ്ടാകാം, ക്ഷതങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, കഷ്ടങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, വൈകാരികമായ വേദനകളുണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. സെർച്ച്. വയലാർ പറയാണ്, നീ ഒരുപക്ഷെ കണ്ടെത്തും. കണ്ടെത്തിയിടും മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഉത്തമഗീതമാണ് കേട്ടോ ആ പാട്ടിന്റെ ആധാരം. ആ ഇടയകന്യക പോവാ, ഉത്തമഗീതത്തിലെ കന്യക. തന്റെ പ്രിയനെ അന്വേഷിച്ചു. പുറങ്കുപ്പായം നഷ്ടപ്പെട്ടവനായി, തണുപ്പത്ത് കുറുനിരകളിലൂടെ മഞ്ഞു പോയിന്നവനായിട്ട്, വ്യഥിതനായിട്ട്, പതിതനായിട്ട്. പിന്നലെ ഇവിടെ സീറോയ്ക്ക് താഴെ പോയി, ഇവിടെ പുറത്തൂടെ നടന്ന പൂച്ചകളെല്ലാം ചത്തു വീണു. ഒരുപാട് പശുക്കൾ പുറത്തു നിന്ന്, കന്നുകാലികളെല്ലാം ചത്തുപോയി, തണുപ്പ് സഹിക്കാൻ വരാതെ. ഞങ്ങളുടെ ബാക്കിയാടിലും ഒരു പൂച്ച ചത്തിന്ന് രാത്രി. വളരെ ദുഃഖമായിപ്പോയത്. നമുക്ക് പരിചയമില്ലാത്ത പൂച്ചയാണ് എന്നെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ പോയത്. കാരണം വിളിച്ചാൽ വരത്തില്ല, അത് ഫ്രണ്ട്ലി അല്ല. പോയി പിടിക്കാൻ ചെന്നാൽ അത് മാന്തത്തില്ല, അത് അതിനറിയത്തില്ല നമ്മൾ സഹായിക്കാൻ ചെല്ലുന്നതാണ്. പക്ഷേ ഒരു 3-4 പൂച്ചയൊക്കെ അപ്പുറം ഇരുന്ന് ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നതാണ്. സംസാരിക്കുന്ന അവർ തമ്മിൽ ആശയവിനിമയം നടത്തുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? തണുപ്പ് താഴ്ന്നു വരും. അപ്പൊ അവരെല്ലാം ചത്തുപോകും, ആ പൂച്ചകളൊക്കെ. തണുപ്പാണ്. അപ്പൊ അതുപോലെ വലിയ തണുപ്പുള്ള സമയത്ത് ഈ പ്രിയപ്പെട്ടവൻ പുറത്താണ്, ഇവള് വീടിന്റെ അകത്താണ്, നല്ല ചൂടുണ്ട്, ഇവള് പുതപ്പിനടിയിലാന്ന് പറയുന്നത്. അങ്ങനെ ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നു. പെട്ടെന്നാണ് പ്രിയനെ പറ്റി ഓർത്ത് അവളുടെ ഹൃദയം ഉരുകിപ്പോയി. അപ്പൊ തന്റെ പ്രിയനെ പറ്റി ചിന്തിച്ച് ഹൃദയം ഉരുകുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഈ വഞ്ചകന്മാരുടെയും പെന്തക്കോസുകാരുടെയും കരിസ്മാറ്റിക്കാരുടെയും കൂട്ടായ്മക്കാർ യാക്കോബായ ഓർത്തഡോക്സ് അച്ഛന്മാരുടെയും ഒക്കെ കൈകളിൽ കിടന്ന് ആ തണുപ്പിൽ ഉരുകിപ്പോകുന്ന ക്രിസ്തുബോധം, ക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവിന് അപമാനമാണ് ഈ കരിസ്മാറ്റിക്കാര്, ഈ കത്തോലിക്ക കരിസ്മാറ്റിക്കാരും പെന്തക്കോസുകാരും, ഇവരെല്ലാം ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസുകാരും, അതുപോലെ തന്നെ ഈ ഇപ്പൊ മുമ്പേ കണ്ട കാലത്ത് അത്രയും പ്രസംഗങ്ങൾ നടത്തുന്ന അച്ഛന്മാരും എല്ലാം കൂടെ ക്രിസ്തുവിനെ വാണിഭമാക്കുകയാണ്. മുറിച്ച് തൂക്കി ഇങ്ങനെ ഇറച്ചി വിലയ്ക്ക് വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇപ്പോഴും പുതപ്പിന്റെ കീഴെ സുഖസുഷുപ്തിയിൽ സുഖമായിട്ടിരിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനിറ്റിക്ക് അപമാനമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഈ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൊറുക്കാൻ പാടില്ല, പ്രതികരിക്കാൻ തയ്യാറാവുക. മനസ്സിലായത്? ഏത് അച്ഛനാണെങ്കിലും എത്ര സുന്ദരനാണേലും വിഡ്ഢിത്തം പറഞ്ഞാൽ സുന്ദര വിഡ്ഢിത്തം അംഗീകരിക്കാൻ പറ്റില്ല. സോ അച്ഛനോട് എനിക്ക് ഇഷ്ടമാണ്, അച്ഛനെ നല്ല രസമുണ്ട്, അച്ഛൻ സത്യം പറഞ്ഞിരുന്നത് എന്തു ഭംഗിയാണ്. ഇതിപ്പോ പന്നിയുടെ. അപ്പൊ പിന്നെ ആയിക്കോട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമന്റുകളെല്ലാം ഞാൻ വായിച്ചായിരുന്നു.